അല്ല, അത് UDF-നെ സംബന്ധിച്ച് ഇപ്പോൾ പ്രിയദർശിനി ബസ്സിലൊക്കെ നൽകിയ ആനുകൂല്യങ്ങൾ അത് വനിതകളുടെ അവകാശമാണ് എന്നാണ് UDF-ന്റെ നയം. അതുകൊണ്ട് തന്നെയാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇലക്ഷന് വളരെ വ്യക്തമായി തന്നെ പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. UDF നയം എന്ന് പറയുന്നത് ഇപ്പോൾ നൽകിയിട്ടുള്ള സൗജന്യ യാത്ര തീർച്ചയായിട്ടും വനിതകൾക്ക് അർഹമായത് തന്നെയാണ് നൽകിയിട്ടുള്ളത്. അത് നൽകിയത് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. അത് ഞങ്ങൾ നടപ്പാക്കി. സർക്കാർ ആശുപത്രിയിൽ ഇപ്പൊ ഞരങ്ങലൊന്നുമില്ല. ഇപ്പോ ആരോഗ്യമന്ത്രി ഞാനാണ്. ഇപ്പൊ ഒരു ഞരങ്ങലും ഞാനിന്ന് മുഖ്യമന്ത്രി സന്ദർശിക്കുന്നുണ്ട്. ഞാനിന്ന് പ്രധാനമായിട്ട് ഹോസ്പിറ്റലിലെ സൗകര്യങ്ങൾ പരിശോധിക്കുകയാണ്. പുനലൂരും പത്തനാപുരം വഴി എല്ലാ കഴിയുന്നത്ര ആശുപത്രികൾ നേരിട്ട്, സർക്കാർ ആശുപത്രികൾ നേരിട്ട് വിസിറ്റ് ചെയ്ത് അവിടുത്തെ പോരായ്മകൾ പരിഹരിക്കുക എന്നുള്ളതാണ് മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇൻകലിന്റെ ഉദ്യോഗസ്ഥന്മാരെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ഈ പ്ലാൻ ഒരു ശാസ്ത്രീയമല്ലാത്ത പ്ലാനാണ്. നിർമ്മാണം അതെ, പ്ലാനിങ്ങും അതെ. കാരണം MRI മിഷൻ സ്ഥാപിക്കാനുള്ള സൗകര്യം പോലും ഇല്ല. CT സ്കാൻ വയ്ക്കാനുള്ള സൗകര്യമില്ല. ഇത് രണ്ടും ഇല്ലാണ്ട് എന്താ ആശുപത്രിയാണ്? അപ്പോൾ അതേതായാലും ഉദ്യോഗസ്ഥന്മാരെ വിളിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ റീറ്റെയിൽ വാള് കിട്ടുന്ന കാര്യം ജലവിഭവ മന്ത്രിയായിട്ട് ചർച്ച നടത്തുന്നു. ഇപ്പൊ ഞാൻ പറയാം, ഈ സർക്കാർ വന്നതിന് ശേഷം ഞങ്ങൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ പോരായ്മകൾ പരിഹരിക്കണം. അല്ലാതെ ഒരു സൗകര്യമില്ലാതെ ഒരു ഹോട്ടൽ പോലെ കെട്ടിടം കെട്ടിയിട്ട് കാര്യമില്ല. ആശുപത്രിയാണ്. അതിനുള്ള സംവിധാനം ഒരുക്കും. പാരിപ്പള്ളിയിലെ ഓരോ കാര്യങ്ങളും നടപ്പായിക്കൊണ്ടിരിക്കുക. ബാബാ ശിവനെ എനിക്ക് മെസ്സേജ്